കേരള ഡിലൈറ്റ്സ്, ദ റിയൽ ടേസ്റ്റ് ഓഫ് കേരള. കേരളത്തിന്റെ രുചിയേറിയ വിഭവങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്നും നിങ്ങളുടെ വീട്ടിലേക്ക്. ലോഞ്ചിങ് സൂൺ ഇൻ യൂറോ, അയർലൻഡ്, USA and Canada. Guys, ഞങ്ങളുടെ ഇതാണ് റോക്കി. So this is Rocky and I forgot your name. Oh, sorry, sorry, റോഡില് ഹൈവേയിലൂടെ പോകുമ്പോഴെല്ലാം എവിടെ നോക്കിയാലും ഈ വക്കീലന്മാരുടെ പരസ്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതാണ് നമ്മൾ ഇന്ന് പോകാൻ പോകുന്ന സ്പിരിറ്റിന്റെ എയർബസ് A320 വിമാനം. എന്റെ അമ്മോ, താങ്ക് യു സോ മച്ച്. ഇവിടെ തെങ്ങൊക്കെ ഉണ്ടല്ലേ? ഇതെല്ലാം തെങ്ങല്. തേങ്ങയൊക്കെ ഇവിടെ താഴെ വീണ് കിടക്കുന്നത്. നമ്മുടെയൊക്കെ നാട്ടിൽ പറമ്പിൽ തേങ്ങ വീണ് കഴിഞ്ഞാൽ നമ്മളെടുത്തില്ലെങ്കിൽ അയൽപ്പക്കത്തെ ആളാണെങ്കിലും വന്ന് എടുത്തോണ്ട് പോകും. കുളമ്പുളിയിട്ട മീൻകറി, ക്യാബേജ് തോരൻ, ബീഫ്, അവിയല്. ആഹാ, വായിക്കുമെന്ന് പറഞ്ഞതുകൊണ്ടാണിത്. ഇത് ഞാൻ എഴുതിയ പുസ്തകമാണ്, എൻ്റെ യാത്രകളുടെ ഒരു പുസ്തകമാണ്. സോ വായിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയാം. എൻജോയ് യുവർ കോളേജ് ലൈഫ്. ഓക്കെ, സീ യു. അപ്പോൾ ബിനു ചേട്ടാ, താങ്ക് യു സോ മച്ച് ഫോർ ഹോസ്റ്റിംഗ് മീ ആൻഡ് anytime, okay? yeah, all the best. See you. Family, next time come with family. Yeah, sure. Okay. See you. Bye, man. ഇവിടെ തണുപ്പ് തുടങ്ങി അന്നേരം. ഞാൻ ബോസ്റ്റണിൽ കഴിഞ്ഞ ദിവസം പോയപ്പോൾ പോലും ഇത്ര തണുപ്പില്ലായിരുന്നു. അവിടെ പോലും എനിക്ക് ഇത്രയും തണുപ്പ് ഫീൽ ചെയ്തില്ല. സാറിന് ബോസ്റ്റൺ കുറച്ചുകൂടെ തണുക്കേണ്ടതാ. ന്യൂയോർക്ക് ചൂടായിരുന്നു, ന്യൂയോർക്ക് ഭയങ്കര ചൂടായിരുന്നു. അപ്പൊ see you. Bye. Good luck with that. താങ്ക് യു. അങ്ങനെ ഫിലാഡൽഫിയ കഴിഞ്ഞ് നമ്മളിപ്പോൾ മയാമിക്ക് പോകാൻ വേണ്ടി പോവാണ്. അപ്പോൾ ജെയ്സൺ എന്നെ എയർപോർട്ടിൽ കൊണ്ടുപോയി. ജെയ്സൺ, നിങ്ങളെ സൈഡിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കിന് ഫഹദ് ഫാസിന്റെ ലുക്ക് ഉണ്ട് കേട്ടോ. ഉണ്ടോ? ചെറുതായിട്ട് ഇരുന്നോട്ടെ, വെറുതെ ഇരുന്നോട്ടെ. ഒരു കോംപ്ലിമെന്റ് അല്ലേ? നഷ്ടമുണ്ടോ? ഇല്ലല്ലോ. എന്തെങ്കിലും ബുദ്ധിമുട്ട് കേട്ടോ. അതാണ്. അപ്പൊ ഹൗ മെനി കിലോമീറ്റേഴ്സ് ഫ്രം വാഷിംഗ്ടൺ DC ടു മയാമി ബീച്ച്? ശരിക്കും എനിക്ക് വാഷിംഗ്ടൺ പോയിട്ട് അവിടെ നിന്ന് മയാമിക്ക് പോകണമെന്നായിരുന്നു എൻ്റെ ആദ്യത്തെ പ്ലാൻ. പക്ഷേ വാഷിംഗ്ടൺ അവിടെ തൊട്ടടുത്താണ്. അപ്പോൾ നമ്മൾ എന്തായാലും ഇന്ന് നേരെ ഗോ ടു മയാമി ബീച്ച്. എന്നിട്ട് നമുക്ക് അവിടെ പോയി നോക്കാം വാഷിംഗ്ടൺ DC നിന്ന് മയാമി ബീച്ച് വരെ എത്ര ദൂരമുണ്ട്, കിലോമീറ്റേഴ്സ് ആണോ എന്നൊക്കെ നോക്കാം. എന്തായാലും നമ്മൾ മലയാളികൾ തുടക്കം മുതൽ ധാരാളം സിനിമകളിൽ അമേരിക്ക എന്ന് പറഞ്ഞ സംഭവത്തെ കണ്ടിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് ദാസനും വിജയനും വളരെ മനോഹരമായിട്ട് ഇവിടെ വന്ന് അമേരിക്ക കാണിച്ചിട്ടുള്ളതാണ്. അതൊക്കെ ശരിക്കും അന്ന് മുതലേ ഒരു മലയാളിയുടെ മനസ്സിൽ കിടക്കുന്ന കുറേ സ്ഥലങ്ങളാണ്, പല കാര്യങ്ങളുമുണ്ട്. സോ അങ്ങനെ നമ്മുടെ മനസ്സിൽ കിടക്കുന്ന ഒരു സ്ഥലമാണ് മയാമി എന്ന് പറയുന്നത്. മയാമി എനിക്ക് തോന്നുന്നു അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ വൈബുള്ള ഒരു സ്ഥലമാണെന്നാണ് കേട്ടിട്ടുള്ളത്. അപ്പോൾ അവിടുത്തെ വൈബ് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് പോയി നോക്കണം. സോ ദാറ്റ്സ് വാട്ട് വി ആർ ഗോയിങ് ടു മയാമി. അപ്പോൾ ഇപ്പോൾ നമ്മളുള്ള സ്ഥലത്ത് നല്ല തണുപ്പാണെങ്കിൽ ഇനി നമ്മൾ പോകാൻ പോകുന്ന സ്ഥലത്ത് നല്ല ചൂടായിരിക്കും. ഇത് ഫുട്ബോൾ സ്റ്റേഡിയം ആണ്, അമേരിക്കൻ ഫുട്ബോളിന്റെ. ഓക്കെ, അതായത് ഈ അമേരിക്കൻ ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ ഇവരുടെ ഹാൻഡ് ബോളും പിന്നെ നമ്മുടെ ഫുട്ബോൾ എന്ന് പറയുന്നത് ഇവരുടെ സോക്കറുമാണ്. അങ്ങനെയാണ് ഇവിടുത്തെ പരിപാടി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഫിലാഡൽഫിയ ടൗണിന്റെ ആ ഒരു പരിസരത്തൂടെ നമ്മൾ എയർപോർട്ടിലേക്ക് പോകുമ്പോൾ നമുക്ക് ഈ കാണുന്ന ലിങ്കൺ ഫിനാൻഷ്യൽ ഫീൽഡ് എന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ ഈഗിൾസിന്റെ ഒരു സ്റ്റേഡിയമാണ്. അത് അടിപൊളി സ്റ്റേഡിയം ആണല്ലോ, വീട്ടിലെ സ്റ്റേഡിയം ആണല്ലോ. പാർക്കിലോട്ട് അവിടെ കളി നടക്കുന്നുണ്ട്. രാവിലെ കളിയോ? ഉച്ചയ്ക്കാണ്. അത് ശരി. അപ്പൊ ഇപ്പഴേ രാവിലെ ആൾക്കാരൊക്കെ വന്ന് അവിടെ പാർക്ക് ചെയ്ത് അവിടെ ഗംഭീര ഉത്സവ പരിപാടികളൊക്കെയാണ്. നമ്മൾ ഈ ഹൈവേയിലൂടെ ഇങ്ങനെ പോകുമ്പോഴേ നമുക്ക് ഇഷ്ടം പോലെ സൈൻ ബോർഡുകൾ കാണാം. നമ്മുടെ ഇതില്ലേ, ബിൽ ബോർഡുകൾ. അത് കംപ്ലീറ്റ് വക്കീലന്മാരുടെ പരസ്യം. അതായത് അറ്റോർണീസ്, ലോ ഫേംസ്. അവർ എഴുതിയിരിക്കുന്നത് ഹാവ് യു ഗോട്ട് ആൻ ആക്സിഡന്റ്, ഹാവ് യു മെറ്റ് ആൻ ആക്സിഡന്റ്, വി വിൽ ഹെൽപ്പ് യു. അതാണ് സംഭവം. അതായത് ആക്സിഡന്റ് സംഭവിച്ചത് നിങ്ങളുടെ വാഹനം ആക്സിഡന്റ് ആണോ അതോ നിങ്ങളുടെ വർക്ക് പ്ലേസിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചോ, ഇനി എന്ത് തരത്തിലുള്ള അപകടം നിങ്ങൾക്ക് സംഭവിച്ചാലും ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം. അതായത് ഇവിടുത്തെ ആളുകളുടെ ഒരു സംഭവമാണ്. എന്തെങ്കിലും ഒരു ചെറിയ കാര്യം വന്നാലും, അത് വലിയ കാര്യമാണെങ്കിലും ചെറിയ കാര്യമാണെങ്കിലും അത് സ്യൂ ചെയ്ത് മാക്സിമം കോമ്പൻസേഷൻ എടുത്ത് വാങ്ങിക്കുക എന്നുള്ള വലിയൊരു സിസ്റ്റം അമേരിക്കയിലുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഉള്ള ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നമുക്കിവിടെ ഒരു കൂട്ടം വക്കീലന്മാരുണ്ട്. അപ്പോൾ ഇവർക്ക് പെർസെൻറ്റേജിന്റെ പരിപാടിയായിരിക്കും മിക്കവാറും. അങ്ങനെ ആയിരിക്കും തോന്നുന്നു, നമ്മുടെ MACT ക്ലെയിം ഒക്കെ ചെയ്യുന്ന പോലെ തന്നെ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സിസ്റ്റം ഭയങ്കരമായിട്ടുണ്ട്. റോഡിൽ ഹൈവേയിലൂടെ പോകുമ്പോഴെല്ലാം എവിടെ നോക്കിയാലും ഈ വക്കീലന്മാരുടെ പരസ്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടുത്തെ ലോ ഫോംസിന്റെ പരസ്യം അത് ഭയങ്കര ഒരു നമ്മുടെ നാട്ടിലൊക്കെ വക്കീലന്മാർ ഇതേപോലെ പരസ്യം ചെയ്യുന്ന കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പം ഇവിടെ ഇങ്ങനെ ഒരു വലിയൊരു സിസ്റ്റം ഞാൻ കണ്ടു. നമ്മളിവിടെ നിന്ന് മയാമിക്ക് പോകുന്നത് സ്പിരിറ്റ് എന്ന് പറയുന്ന ഇവരുടെ ഒരു ബഡ്ജറ്റ് എയർലൈനിലാണ്. അത് കണ്ടോ, അത് എൻ്റെ സാധനം. പാർക്കത്തെ എയർപോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. എയർപോർട്ടിൽ പാർക്ക് ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ വണ്ടിയിൽ നിന്ന് പാർക്കിംഗ് സ്ഥലത്തുനിന്ന് നമ്മളെ ടെർമിനലിലേക്കും തിരിച്ചുമൊക്കെ ആളുകളെ ഡ്രോപ്പ് ചെയ്യുന്ന ഒരു വണ്ടി. അത് കൊള്ളാവേ. അങ്ങനെ ഫിലാഡൽഫിയ അല്ലേ, ഫിലാഡൽഫിയ. അപ്പോൾ വീണ്ടും സന്ധിക്കും വരെ വണക്കം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. നിങ്ങളുടെ പാട്ട് അടിപൊളിയായിരുന്നു എന്നറിയാം. ഓക്കെ, പോട്ടെ, ഇനി വരുമ്പോൾ കാണാം.
വരുമ്പോൾ വിളിക്കുക. യെസ്, സന്തോഷമായിട്ടിരിക്കുക. ഫാമിലി എല്ലാം അന്വേഷിച്ച് പറഞ്ഞേക്കാം. കണ്ടിപ്പാ. ഓക്കെ, സീ യു, ബൈ. ഹാപ്പി അല്ലേ? വെരി മച്ച്. ഓക്കെ, ബൈ. അങ്ങനെ നമ്മളെത്തി എവിടെ? ഫിലഡൽഫിയ എയർപോർട്ടിൽ. ഇവിടെ സ്പിരിറ്റിന്റെ ചെക്കിന്റെ സ്ഥലത്ത് തിരക്കും ബഹളോ അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ലല്ലോ. ഹായ്, അയ്യോ, it's my boarding pass. I don't just need your ID or your passport. Yeah? What's your final destination? Going to Miami? Miami? Yep. No problem. You going to Miami or Fort Lauderdale? Florida, right? Yeah. Sorry. Yeah, both. Just gotta make sure. Yeah. No. Okay. Okay. Both are having airport. I'm not sure. I'm flying first time, so I don't know. Yeah. But yeah, Miami is near to Florida, right? Okay. Okay. You can go to gate E3. Thank you. Thank you. മയാമി എന്ന് പറഞ്ഞ സ്ഥലത്ത് 2 എയർപോർട്ട് ഉണ്ടെന്ന്. മയാമി ബീച്ച് മെയിൻ എയർപോർട്ട് മയാമിയുടെ അടുത്തുള്ളത്, പിന്നെ ഒന്ന് ഫ്ലോറിഡ എയർപോർട്ട്. അടുത്തടുത്ത വലിയ ദൂരമൊന്നുമില്ല, 10-30-40 കിലോമീറ്ററോളം തോന്നും. പക്ഷേ ഫ്ലോറിഡ എയർപോർട്ടിലാണ് കൂടുതൽ ഫ്ലൈറ്റ്സ് പോകുന്നതും കുറച്ചുകൂടെ ചീപ്പസ്റ്റ് ആയിട്ട് ടിക്കറ്റ്സ് കിട്ടുന്നതും. അപ്പോൾ ലെറ്റ് മീ ഗോ ടു സെക്യൂരിറ്റി ചെക്ക്. ഇവിടെ ഓരോ എയർപോർട്ടിലും ഓരോ രീതിയിലാണ് കേട്ടോ സെക്യൂരിറ്റി ചെക്കും പരിപാടികളൊക്കെ. ഇവിടെ കുറച്ചധികം ടൈം എടുത്തു. ഇവിടെ TSA പ്രീ ചെക്ക് എന്ന് പറഞ്ഞ പരിപാടിയുണ്ട്. നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല, ഇവിടുത്തെ ആൾക്കാർക്ക് പറ്റും. അവർക്ക് പെട്ടെന്ന് വരാൻ പറ്റി. എനിക്കൊരു 20 മിനിറ്റ്സോളം എടുത്തു. ഇവിടെയും എൻ്റെ രഹസ്യ ഭാഗങ്ങളടക്കം എല്ലാം സ്പർശിച്ച് നോക്കിയിട്ടാണ് അവരെന്നെ കടത്തി വിട്ടത്. ഐ ഡോണ്ട് നോ വൈ. ഈ സ്പിരിറ്റ് ഫ്രണ്ടിയർ എന്നൊക്കെ പറയുന്നത് ഇവിടുത്തെ ബഡ്ജറ്റ് എയർലൈൻസ് ആണ്. അത് ഇതാണ് നമ്മൾ ഇന്ന് പോകാൻ പോകുന്ന സ്പിരിറ്റിൻ്റെ എയർബസ് A320 വിമാനം. നല്ല മഞ്ഞക്കിളി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇവരുടെ ഈ ഒരു ഡിസൈൻ എന്ന് പറയുന്നത്. നമ്മുടെ സ്കൂട്ടില്ലേ, സിംഗപ്പൂരിലുള്ള സിംഗപ്പൂർ എയർലൈൻസിൻ്റെ സ്കൂട്ട്, ആ സ്കൂട്ട് ഏകദേശം ഇതേപോലെയാണ്, സെയിം സിമിലർ സാധനമാണ്. പക്ഷേ ഇവരുടെ എക്കണോമി സീറ്റ് എന്ന് പറയുന്നത്, ഇവർ എക്കണോമിയാണ് മൊത്തത്തിൽ. ഇവരുടെ ഫസ്റ്റ് ക്ലാസ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതാണ് ഞാനിപ്പം അപ്ഗ്രേഡ് എടുത്തിരിക്കുന്നത്. ലാസ്റ്റ് സമയത്ത് ഒരു $100 എനിക്ക് എക്സ്ട്രാ എടുത്ത് അപ്ഗ്രേഡ് എടുക്കാൻ പറ്റി. അതിനാണ് നമ്മളിന്ന് പോകുന്നത്. പക്ഷേ ഇതൊരു ഡിഫറെൻറ്റ് ലേ ഔട്ടുള്ള ക്യാബിനാണ്, ഒരു ഡിഫറെൻറ്റ് സംഭവമാണ്. ഇവരുടെ എക്കണോമി സീറ്റ് എന്ന് പറയുന്നത് നമ്മുടെ വിസെയറിനെക്കാട്ടി ശോകം, വിസെയർ പിന്നെ നല്ലതാണ്, അത് റയാനെയറിനെക്കാട്ടി ശോകമാണെന്ന് വേണമെങ്കിൽ പറയേണ്ടിയിരിക്കുന്നു. അത്രയ്ക്ക് എക്കണോമി ആയിട്ടുള്ളൊരു സംഭവമാണിത്. സംഭവം കൊള്ളാം. നമ്മുടെ ബാഗൊക്കെ അവിടെ കയറിക്കൊണ്ടിരിക്കുകയാണ്. Name, please. സുജിത്ത്. Thank you. താങ്ക് യു. അങ്ങനെ നമ്മൾ സ്പിരിറ്റിൽ കയറാൻ പോവാണ്. നമ്മൾ ഫസ്റ്റ് റോ ആയതുകൊണ്ട് ഗ്രൂപ്പ് 1 ബോർഡിംഗ് എന്നും പറഞ്ഞുകൊണ്ട് ആദ്യം കയറ്റും. ഇവിടെ ഈ ബോർഡിംഗ് പ്രയോറിറ്റി ഭയങ്കരമായിട്ട് നോക്കുന്ന ഒരു സ്ഥലമാണ് US എന്ന് പറയുന്നത്. അതുപോലെ നമുക്ക് ബാഗേജൊക്കെ നമുക്ക് ഒരു ഹാൻഡ് ബാഗാണ് അലൗഡ് ആയിട്ടുള്ളത്. ശരിക്കും നമുക്ക് എക്സ്ട്രാ സ്യൂട്ട് കേസ് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അതിന് എക്സ്ട്രാ പൈസ കൊടുത്ത് ടിക്കറ്റ് എടുക്കണം. നമുക്ക് $50 ടിക്കറ്റ് എങ്കിൽ $50 ലഗേജിനും കൊടുക്കേണ്ടി വരും. സോ ദാറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ് ലൈക്ക് വൈഫൈ ഓൺ ബോർഡ്. ഹായ്, ഹൗ ആർ യു? ഗുഡ് മോർണിംഗ്. ഇങ്ങനെയാണ് ഇതിൻ്റെ സീറ്റിംഗ് എന്ന് പറയുന്നത്. സോ ഇതാണ് എൻ്റെ സീറ്റ് 2F. ഐ ക്യാൻ കീപ് ഇറ്റ് വിത്ത് മീ. ഇതാണ് നമ്മുടെ സീറ്റ് എന്ന് പറയുന്നത്. ഇവിടെ 2x2 സീറ്റിംഗ് ലേഔട്ടിൽ ഫ്രണ്ടിൽ 2 റോ ഉണ്ട്. അതാണ് സംഭവം, മനസ്സിലായില്ലേ? എന്നിട്ട് തൊട്ട് പുറകിൽ ഒരു പാർട്ടീഷനും ഇല്ലാതെ ഇത്തരത്തിലുള്ള 3x3 സീറ്റുകളും, മനസ്സിലായോ? സാധാരണ എന്തെങ്കിലുമൊക്കെ പാർട്ടീഷൻ കാണണം. ഇത് ഇവർ ഫസ്റ്റ് ക്ലാസ് എന്നാണ് ഗൈസ് പറയുന്നത് ഇതിനെ. അതായത് ഫസ്റ്റ് ക്ലാസ്, ഇവിടെ ബിസിനസ് ക്ലാസ് ഒന്നുമല്ല, ഇവിടെ ഫസ്റ്റ് ക്ലാസ് എന്നാണ് ഇവർ ഇതിനെ പറയുന്നത്. ഈ 4 സീറ്റിൽ ഇരുന്നുള്ള ഗുണം എന്ന് പറയുന്നത് ഫുഡും ഡ്രിങ്ക്സും ഇൻക്ലൂഡിങ് ആൽക്കഹോളിക് ഡ്രിങ്ക്സ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുമെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതിനകത്ത് ഈ മെനുവിലുള്ള എന്ത് ഫുഡും നമുക്ക് എത്ര വേണമെങ്കിലും ഓർഡർ ചെയ്ത് വാങ്ങിച്ച് കഴിക്കാം, എത്ര ഡ്രിങ്ക്സ് വേണമെങ്കിലും നമുക്ക് ഓർഡർ ചെയ്ത് വാങ്ങിച്ച് കഴിക്കാം. അതാണ് ഈ ഒരു സ്പിരിറ്റിൻ്റെ ഫസ്റ്റ് ക്ലാസ്സിലുള്ള പ്രത്യേകത എന്ന് പറയുന്നത്. മറിച്ച് ഉള്ളതല്ലേ പരിപാടി. ആദ്യമേ ബോർഡിങ് ചെയ്യും, ആദ്യമേ കയറ്റിയിരുത്തും, പിന്നെ ബാക്കിയുള്ള സംഭവങ്ങൾ. പിന്നെ ഫ്രീ ആയിട്ട് വൈഫൈ ഉപയോഗിക്കാൻ പറ്റും. അതായത് വീഡിയോ സ്ട്രീമിംഗ് അടക്കം നമുക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. അത്രയും സൗകര്യങ്ങളുണ്ട്. ഫ്രീ വൈഫൈ കണക്ട് ചെയ്യാൻ പറ്റും. സോ അത്രയും കാര്യങ്ങൾ ഇവരുടെ വൈഫൈ അല്ല മറ്റേ ഫസ്റ്റ് ക്ലാസ് എന്ന് പറഞ്ഞ സംഭവത്തിൽ അവർ തരുന്നുണ്ട്. സോ അതാണ് സംഭവം. കൊള്ളാമല്ലേ? തൊട്ട് പറയുന്നത് ഇവിടെ മറ്റേ സ്പേസ് ഉള്ള സീറ്റുണ്ട്. ബാക്കിലേക്ക് പോകുന്തോറും അതിൻ്റെ ലെഗ് സ്പേസ് കുറഞ്ഞു വരും. മനസ്സിലായോ? അങ്ങനെയാണ് ഇതിൻ്റെ പരിപാടി. ഏറ്റവും പുറകെ പോകുമ്പോഴത്തേക്കും ലെഗ് സ്പേസ് തീരെ ഉണ്ടാവില്ല. ഇത് തന്നെ ലെഗ് സ്പേസ് എത്രത്തോളം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കിങ്ങനെ കാല് പൊക്കി വയ്ക്കാം, അത്രേ ഉള്ളൂ. ആ ഒരു ടൈപ്പ് ലെഗ് സ്പേസേ ഉള്ളൂ. പിന്നെ എന്നാലും കുഴപ്പമില്ല, നോട്ട് ബാഡ്. 320 വിമാനമാണല്ലോ. അപ്പോൾ ഒരൊറ്റ ക്യാബിനിൽ ഒരു സെപ്പറേഷനും ഇല്ലാതെ അവർ ഒരു 2 സെറ്റപ്പ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ ഇൻഡിഗോയുടെ സ്ട്രെച്ച് ഉണ്ട്, ഇൻഡിഗോയ്ക്ക് സ്ട്രെച്ച് ഉണ്ട് ഇല്ലേ? ആ ഇൻഡിഗോയുടെ സ്ട്രെച്ചിൽ അറ്റ്ലീസ്റ്റ് ഇതുപോലെ തന്നെ ബേസിക്കലി ഇത് തന്നെ സാധനം. കുറച്ചുകൂടെ ബെറ്റർ സീറ്റാണ് ഇൻഡിഗോയിൽ. അല്ല, ഇതും നല്ല സീറ്റാണ്. പിന്നെ ഇൻഡിഗോയിൽ ഒരു ചെറിയൊരു സെപ്പറേഷൻ ഇവിടെ മേളിലെങ്കിലും കൊടുക്കും, പക്ഷേ ഇത് അതുപോലും കൊടുത്തിട്ടില്ല. സെറ്റപ്പാ.
സാധാരണ വിമാനം ടേക്ക് ഓഫ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് വൈഫൈ കിട്ടുള്ളൂ. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ അങ്ങനല്ല. നമ്മുടെ ആപ്പിൽ ഒരു കൂപ്പൺ കോഡ് കിട്ടിയിട്ടുണ്ടാവും. ആ കൂപ്പൺ കോഡ് വെച്ച് നമ്മൾ സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ, ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗേറ്റ് ടു ഗേറ്റ്, അതായത് വിമാനത്തിൽ കയറി ഇരുന്നിട്ട് വിമാനം ഇറങ്ങുന്ന വരെ നമുക്ക് വൈഫൈ ഉപയോഗിക്കാൻ സാധിക്കും. അതും വിത്ത് ഫുൾ സ്ട്രീമിംഗ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഇതിപ്പോൾ ഞാൻ പ്ലാൻ ആക്ടിവേറ്റഡ് എന്ന് പറഞ്ഞുകൊണ്ട് വന്നു. ഇനി ഇതെല്ലാം എന്നുണ്ടെങ്കിൽ $15 നമുക്ക് ഫ്ലാറ്റ് റേറ്റ് ആണ്. $15 കൊടുത്തിട്ട് നമുക്ക് വൈഫൈ ഉപയോഗിക്കാം. അതാണ് സംഭവം. ഇതിപ്പോൾ കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ വൈഫൈ കണക്റ്റഡ് ആയി എന്നാണ് അവർ പറയുന്നത്. അമേരിക്കയിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് വൈഫൈ കിട്ടുന്ന ഒരു എയർലൈനാണ് സ്പിരിറ്റ് എന്ന് പറയുന്നത്. കേട്ടോ, ഞാനിത് എൻ്റെ വീഡിയോ സ്ട്രീം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കണ്ടില്ലെങ്കിൽ കേട്ടോ, അപ്പോൾ സ്ട്രീം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ, കംപ്ലീറ്റ് ഭയങ്കര സ്പീഡിൽ വർക്ക് ചെയ്യും. അതാണ് ഇവിടുത്തെ ഒരു മെയിൻ അഡ്വാൻറ്റേജ്. ഈ ഒരു വൈഫൈയുടെ മെയിൻ അഡ്വാൻറ്റേജ് ഇതാണ്. അപ്പോൾ ടേക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിനും നമുക്കൊരു സാനിറ്റൈസിങ് വൈപ്പ് കൊണ്ട് തന്നു. എന്നിട്ട് എയർ ഹോസ്റ്റസ് വന്ന് സംസാരിച്ചു. എന്നിട്ട് അവർ ഡ്രിങ്ക്സിൻ്റെ ഓർഡർ എടുത്തു. ഞാനൊരു ഗ്രീൻ ടീ പറഞ്ഞിട്ടുണ്ട്. I don't want to have any alcohol drink. If you want alcoholic drinks, you will get it for free. കുറേ ആൽക്കഹോളിക് ഡ്രിങ്കും നോൺ ആൽക്കഹോളിക് ഡ്രിങ്കും കിട്ടും. അങ്ങനെ സംഭവങ്ങളൊക്കെ ഇതിനകത്ത് അവൈലബിൾ ആണ്, ഈവൻ ഫോർ പർച്ചേസ്. ബട്ട് ഈ ഒരു സീറ്റ്, വൈഡർ സീറ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊക്കെ എന്ത് ഡ്രിങ്ക് വേണമെങ്കിലും നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം. അതാണ് ലിക്കർ ഓർഡർ ചെയ്യാം, കോക്ടെയിൽ ഓർഡർ ചെയ്യാം, ബിയർ ആൻഡ് വൈൻ ഉണ്ട്, ഹോട്ട് ബീവറേജസ് ഉണ്ട്, കോൾഡ് ബീവറേജസ് ഉണ്ട്. പിന്നെ ദേ ഈവൻ ഹാവ് എന്താ പറയുക, ക്രെഡിറ്റ് കാർഡ്സ്. ഇതുണ്ടോ, ക്രെഡിറ്റ് കാർഡ്സ് പർച്ചേസ് ചെയ്യാം. ഓൺ ബോർഡ് അതിനെന്തോ സ്പെഷ്യൽ ഡിസ്കൗണ്ടും മറ്റുമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ടായിരുന്നു. എന്തൊക്കെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇവർക്ക് ഈ ഒരു കാര്യം. പിന്നെ ഇവർ ഇത്രയും സ്ഥലങ്ങളിലേക്ക് ഫ്ലൈ ചെയ്യുന്നുണ്ട്, കരീബിയൻ രാജ്യങ്ങളിലേക്കൊക്കെ ഫ്ലൈ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞായിരുന്നു. ഇതാണ് എനിക്ക് അവരെ കൊണ്ടുതന്ന ഗ്രീൻ ടീ. ക്രൂ ഒക്കെ നല്ല അടിപൊളി ഫ്രണ്ട്ലി ക്രൂ ആണ്. പിന്നെ ഗ്രീൻ ടീ കൊണ്ടുതന്നു. പിന്നെ ഒരു സ്നാക്ക് ബോക്സിനകത്ത് കുറേ സാധനങ്ങളൊക്കെ വെച്ചുകൊണ്ട് തന്നു. എന്തെങ്കിലും വേണമെങ്കിൽ എടുത്തോളാൻ പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഞാൻ ഇതിനകത്തൊരു പോപ്പ് ചിപ്സ് എന്നും പറഞ്ഞുകൊണ്ട് ഒരു സോൾട്ട് സംഭവം എടുത്തു. 100 കാലറി പാക്ക്. ഇതിന് 100 കാലറി ഉണ്ട് ഈ പാക്കറ്റിന്. ഈ ഒരു സീറ്റ് ഉണ്ടല്ലോ, ഇതിന് ഇവർ ബിഗ് ഫ്രണ്ട് സീറ്റ് എന്നാണ് പറയുന്നത്. ഇതൊന്നും പുഷ് ബാക്ക് ചെയ്യാനൊന്നും പറ്റത്തില്ല. അങ്ങനെയുള്ള പരിപാടികളൊന്നുമില്ല, പുഷ് ബാക്കും പരിപാടികളൊന്നുമില്ല. നമുക്കിവിടെ ഒരു ട്രേ ടേബിൾ ഉണ്ട്. ട്രേ ടേബിൾ വേണമെങ്കിൽ നോക്കി വെച്ചിട്ട് ഇതൊക്കെ കഴിക്കാം. പ്രൈവറ്റ് ട്രേ ടേബിളൊക്കെ വരും. പിന്നെ ഇതിൻ്റെ എക്കണോമിയിൽ ഏറ്റവും ലെഗ് സ്പേസ് ഉള്ള സീറ്റ് എന്ന് പറയുന്നത് എക്സ്ട്രാ ലെഗ് റൂം എമർജൻസി സീറ്റാണ്. പ്രീമിയം എക്കോണമി എന്ന് പറഞ്ഞ സംഭവമുണ്ട്, പക്ഷെ അത് കൊള്ളൂല, അത് വേസ്റ്റാണ്. പക്ഷേ ദിസ് ഈസ് നൈസ്, അടിപൊളിയാണ്. നല്ല വീതിയുള്ള സീറ്റുകളാണ്. അതല്ല നോക്കിയേ, നല്ല വീതിയുള്ള സീറ്റ്, നൈസാണ്. നമ്മളിപ്പോൾ മയാമി എത്താറായി. നമ്മൾ കൊച്ചിയിൽ നിന്ന് ഡൽഹി പോകുന്ന ഒരു ദൂരം ഉണ്ടായിരുന്നു, ഫിലഡൽഫിയയിൽ നിന്ന് മയാമി വരെയുള്ള യാത്ര. ഏതാ, വാഷിങ്ടൺ DC ടു മയാമി ബീച്ച്, കൊച്ചി ടു ഡൽഹി സെയിം ഡിസ്റ്റൻസാണ്, അത്രയൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ചെവി അടഞ്ഞു ഇറങ്ങിക്കൊണ്ടിരിക്കുക, ഡിസെൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. വൈഫൈ അടിപൊളി സ്പീഡായിരുന്നു. ഫുൾ സ്ട്രീമിങ് പരിപാടികളൊക്കെ ആയിട്ട് എൻ്റെ കുറേ പരിപാടികൾ ചെയ്തു തീർത്തു. അതാണ് ഫ്ലൈറ്റിൽ വൈഫൈ കിട്ടുമ്പോൾ ഗുണം. ഈവൻ ശ്വേതനെ വീഡിയോ കോൾ വരെ വിളിച്ച് പരിപാടിയെല്ലാം കഴിഞ്ഞു. സോ വി ആർ ലാൻഡിങ് ഇൻ മയാമി. നമ്മളങ്ങനെ ഫ്ലോറിഡയിൽ എത്തി. ഫ്ലോറിഡ എന്ന് പറഞ്ഞ സംസ്ഥാനത്തെ മയാമിക്കടുത്തുള്ള ഫോർട്ട് എന്തായിരുന്നു എൻ്റെ പേര്, ഫോർട്ട് ലോഡർഡെയിലോ അങ്ങനെ എന്തോ സ്ഥലത്തേക്കാണ്. ചെറിയ സിറ്റിയുടെ പേര് ഹോളിവുഡ് എന്നാണ്. ഹോളിവുഡ്. താങ്ക് യു ബൈ. താങ്ക് യു. ഇങ്ങനെ നമ്മൾ എത്തിയിരിക്കുകയാണ് അമേരിക്കൻ സംസ്ഥാനമായിട്ടുള്ള ഫ്ലോറിഡ എന്ന് പറഞ്ഞ സംസ്ഥാനമാണ്. അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ ബീച്ചുള്ള, അതായത് ഏറ്റവും ലോങ്ങസ്റ്റ് കോസ്റ്റൽ റീജിയൻ ഉള്ള സംസ്ഥാനമാണ് ഫ്ലോറിഡ എന്ന് പറയുന്നത്. അവിടുത്തെ ഹോളിവുഡ് എന്ന് പറഞ്ഞ നഗരത്തിലാണ് ഞാൻ എത്തിയിരിക്കുന്നത്. നമ്മുടെ മറ്റേ ഹോളിവുഡ് സൈൻ കാണുന്ന അമേരിക്കയിലെ സ്ഥലമല്ല, അത് മറ്റേ ലോസ് ഏഞ്ചൽസിലാണ്. അപ്പോൾ അവിടെ അല്ല, ഇത് ഹോളിവുഡ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഫോർട്ട് ലോഡർഡെയിൽ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്കാണ് ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത്. ഈ ഫ്ലോറിഡ എന്ന് പറഞ്ഞ സംസ്ഥാനത്ത് ഒത്തിരി പ്രത്യേകതകളുണ്ട് കേട്ടോ. പ്രത്യേകതകളെന്ന് പറയാനായിട്ട് ഇവിടെ സ്റ്റേറ്റ് ഇൻകം ടാക്സ് ഇല്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ?
പിന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ വെള്ളം, അതേപോലെ ജലാശയം, അങ്ങനെ പല പല സംഭവങ്ങൾ ഉള്ള ഒരു വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ് ഫ്ലോറിഡ എന്ന് പറഞ്ഞ ഈ ഒരു സംസ്ഥാനം മൊത്തത്തിൽ. മനസ്സിലായില്ലേ? ഇവിടെ അലിഗേറ്റേഴ്സ് ഉണ്ട്, ക്രോക്കഡൈൽസ് ഉണ്ട്, അങ്ങനെ ഒത്തിരി പ്രത്യേകതകൾ ഇവിടെ ഉണ്ട്. ഇത് വൺ ഓഫ് ദ ഓൾഡസ്റ്റ് US സ്റ്റേറ്റ് ആണ്. പറയാം, ബാക്കി കാണിച്ചു തരാമല്ലോ, പോലോ. പിന്നെ നമ്മുടെ വാൾട്ട് ഡിസ്നി വേൾഡ് ഇല്ലേ, ഡിസ്നി വേൾഡ്, യൂണിവേഴ്സൽ സ്റ്റുഡിയോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒട്ടേറെ തീം പാർക്കുകളുള്ള സ്ഥലവും ഫ്ലോറിഡയാണ്. അതൊന്നും നമ്മളിപ്പോൾ പോകുന്നില്ല. നമ്മളിപ്പോൾ ഇവിടെ ബാക്കിയുള്ള കാര്യങ്ങളാണ്. നമ്മളിവിടുന്ന് കരീബിയൻ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയാണ് വന്നത്. നമ്മുടെ വെസ്റ്റ് ഇൻഡീസ് പര്യടനം ആരംഭിക്കുന്നത് മയാമിയിൽ നിന്നാണ്. ഫ്ലോറിഡ എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയപ്പോഴത്തേക്കിന് ഇവിടെയും കണ്ടില്ലേ, എനിക്ക് ഇൻജേർഡ് എല്ലാ ഭാഷയിലും എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ മൊത്തം വക്കീലന്മാരുടെ പരസ്യമാണ് ഗൈസ്. ഇത് സഹാറ ഖാൻ എന്നും പറഞ്ഞിട്ടൊരു വക്കീലിൻ്റെ പരസ്യമാണ്. ഞാൻ ഇവിടെ പുറത്തിറങ്ങി വന്നു. ഇവിടെ എന്നെ പിക്കാൻ വേണ്ടി അലക്സ് എന്ന് പറഞ്ഞ ഒരാൾ വരും. അലക്സ് അച്ചായൻ എന്ന് വേണമെങ്കിൽ പറയാം. 2019 മുതൽ വി ആർ ഇൻ ടച്ച്. 2019 മുതൽ ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അന്ന് മുതൽ ഞാൻ എൻ്റെ അമേരിക്കൻ ട്രിപ്പ് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ 2025 എനിക്ക് അമേരിക്കയിലേക്ക് വരാൻ സാധിച്ചത്. ഇറ്റ്സ് ഓക്കെ, കുറേ നാളെടുത്തു. അപ്പോൾ അലക്സ് അച്ചായനാണ് ഇന്ന് എന്നെ പിക്ക് ചെയ്യുന്നത്. സോ ഐ വിൽ ബി ഗോയിങ് വിത്ത് ഹിം. ഞാനിവിടെ 2-3 ദിവസം ഉണ്ട്. അത് കഴിഞ്ഞൊന്ന് സെറ്റായിട്ടാണ് നമ്മുടെ കരീബിയൻ വെസ്റ്റ് ഇൻഡീസ് യാത്ര ആരംഭിക്കുന്നത്. സോ ഐ എം വെയിറ്റിംഗ് ഫോർ അലക്സ്. ഇവിടെ പുറത്തിറങ്ങി വന്നപ്പോഴത്തേക്കും നല്ല വൈബ്, തായ്ലൻഡിലൊക്കെ വന്നിറങ്ങിയൊരു വൈബ്. എൻ്റെ അമ്മോ, താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച് മാൻ. അടിപൊളി, that's so nice. Thank you. അയ്യോ, ഇറ്റ്സ് ഓക്കെ. പിന്നെ എന്നാ ഉണ്ട്? ഭയങ്കര കളർഫുൾ ആണല്ലോ ഫ്ലോറിഡ. എനിക്കിവിടെ ഇറങ്ങിയപ്പോ തന്നെ ഒരു തായ്ലൻഡ് വൈബ് കിട്ടി. അതോ, ഇവിടെ വച്ചേക്കാം. അടിപൊളി. എന്തായാലും താങ്ക് യു ഫോർ ദിസ്. നല്ല പൂ ഇവിടെ ഇരിക്കട്ടെ. വണ്ടി എന്നെ പറ്റിയ വണ്ടി ആര് തട്ടി? ഞാനിവിടെ പാർക്കിംഗ് ലോട്ടിൽ കിടക്കില്ലായിരുന്നു. ഇപ്പൊ സുഹൃത്തെ വിളിച്ച് നമ്മള് വിളിച്ചില്ല, അത് കഴിഞ്ഞിട്ട് എടുക്കാൻ ഒരു ബസ്സുകാരൻ കൊണ്ടുവന്ന് സൈഡിൽ ഒതുക്കിച്ചത്. അയ്യോ, എന്നിട്ട് എന്ത് ചെയ്തു? എന്തെങ്കിലും സാധനം ഞാൻ പുറകിട്ടിട്ടുണ്ട്. ഓ, അതെടുത്ത് വെച്ചാ ഫിക്സ് ചെയ്താൽ മതിയാവും അല്ലേ? ഫിക്സ് ചെയ്താല്ല, അത് മാറ്റണം. കാരണം ഈ ടെസ്ലയുടെ ആയതുകൊണ്ട് അവന്മാര് നമുക്കിപ്പം ഇന്ന് പറഞ്ഞാലും നാളെയോ അല്ല ഒരാഴ്ച കൊണ്ട് ഒന്നും കിട്ടത്തില്ല. 3 മാസമൊക്കെ ടെസ്ലയുടെ ഇതിലേ നമുക്ക് ജയിക്കാൻ പറ്റത്തുള്ളൂ. വണ്ടി എടുത്താൽ പിന്നെ ആദ്യമായിട്ട് ഞാൻ ഇതുവരെയായിട്ട് ഒരു പോർട്ടൽ പോലും ഇപ്പൊ 3 വർഷം കഴിഞ്ഞ വണ്ടി 3 years. അല്ല, ഞാൻ പറഞ്ഞ സാരത്തിന്റെ അല്ലേ ഞാൻ പറഞ്ഞത്. 3 മാസം നമ്മൾ വെയിറ്റ് ആക്കണം. പക്ഷെ വേറെ കുഴപ്പമില്ല, ചെറിയ ബീഡിങ് മാത്രമേ പോയിട്ടുള്ളൂ. ഫൈൻ, നമുക്ക് ഒട്ടിക്കാം. ഇരുണ്ട്. അങ്ങനെ ഞാൻ വന്നത് മഴക്കാലമായി പോയി. ഇനിയിപ്പോ അങ്ങോട്ട് മൊത്തം മഴക്കാലമായിരിക്കും. ഞാൻ പോകുന്ന ദ്വീപുകളെല്ലാം മഴയായിരിക്കും. നമ്മളിനി അങ്ങോട്ട് ചെല്ലുമ്പോൾ ഞാൻ വെതർ നോക്കിയില്ല. ഏതായാലും നിങ്ങൾ വരുന്നുണ്ട്. ഇനിയിപ്പോ നനയെ അത്രേ ഉള്ളൂ. അല്ല, ഞാനെല്ലാം അങ്ങനത്തെ ഡ്രസ്സ് എടുത്തേക്കുന്നത്. ഞാനെല്ലാം അങ്ങനത്തെ ഡ്രസ്സിന്റെ നിക്കറും ടാങ്ക് ടോപ്പും അത്രേ ഉള്ളൂ. അതാണ് നമ്മുടെ പരിപാടി എന്ന് പറയുന്നത്. പെട്ടിയൊക്കെ ഞാൻ എടുക്കാം. പട്ടി ഉണ്ടല്ലോ. ഒരു കുഞ്ഞിക്ക ചെപ്പ് കേട്ടൊന്നും കുഴപ്പമില്ല. അല്ല, അത് കുഴപ്പമില്ല. ഹായ്, നമസ്കാരം. ഇല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും. ഹായ്, ഹൗ ആർ യു? ഇത് ചെരുപ്പുണ്ട്. നമസ്കാരം, താങ്ക് യു സോ മച്ച്. ഓ, കൂട്ടിനകത്താ? വേണ്ട, ഇപ്പൊ വേണ്ട, കുറച്ച് കഴിയട്ടെ. ഹായ്, ഹൗ ആർ യു? ഹലോ. You are on the Nintendo. Really? Yeah. Okay, so your dad was telling me that you guys wanted to start a YouTube channel? Yes. Really? Yes. Okay, that's I nice. have a lot of questions. You have a lot of questions. Okay, so I'm here for a few days, so you can ask me any questions, okay? Really? Ah. How do you set up a YouTube channel? Do you want to set up a YouTube channel? Okay. We used to have a YouTube channel. We only have Okay, I'll help you guys, okay? we already have 20 subscribers. Really? Yeah, from 2 shorts. From 2 shorts, you have already got 20 subscribers? Yeah. Oh. Yeah, because it's a short. Because they were showing the and we have 3 comments. Oh, okay. And they were all heart emojis, and they were all like heart emojis, love. Really? Yeah, because those were our baby. Okay. Those were our baby. Yeah, your babies, And okay. one of them, I said my first word. Uh-huh. Which I did. I was. നിങ്ങളുടെ കുട്ടികൾക്ക് മലയാളം അറിയോ? ഒന്നും അറിയില്ല. കണ്ണാടി, ഓക്കെ. വെള്ളം, പോലീസ്,
കുണ്ടി ഓക്കെ ആ ശരി What do you know in Malayalam? Can you say something in Malayalam? വെള്ളം. Then വെള്ളം ദാറ്റ്സ് ഇറ്റ് Water. Then what else? Adi. Then what else? നിന്നെ ഞാന് നിന്നെ ഞാൻ അടിക്കും അതാണോ നിന്നെ ഞാന് ആ ഓ ഇവിടെ നിങ്ങൾക്ക് പൂളൊക്കെ ഉണ്ടോ ഏ ചെറിയ സെറ്റപ്പ്. ഇത് നിങ്ങളുടെ പ്രൈവറ്റ് പൂളാ അത് ശരി ഓക്കെ ആ ഇവിടെ പിന്നെ വിന്റർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അടിപൊളിയാണ് ഇതൊക്കെ എന്തോ ഇവിടെ മൊത്തം മൃഗശാലയാണോ അത് നമുക്കൊരു ആണോ ഞാൻ വിചാരിച്ചു ഫുൾ ചെറിയ ആണല്ലേ വെരി ഗുഡ് ഇത് ടി വി നേരെ മേളിൽ പോകും കേട്ടോ. Okay. സീലിംഗിൽ പോയിരുന്നോളൂ ആവശ്യമുള്ള ഇത് ഇരുട്ടില്ലോ ഉച്ചയായിട്ട് കരിക്കൊക്കെ വേണേൽ പറഞ്ഞാൽ മതി. എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂട്ടി ഇടുക എന്നുള്ളത്. ആ ഇവിടെ തെങ്ങൊക്കെ ഉണ്ടല്ലേ ഇതെല്ലാം തെങ്ങല്. ഇവിടെ റോയൽ പാം തരുന്ന മുഴുവൻ വെട്ടി ഊരെ കളിച്ചിട്ട് എനിക്ക് ഇതുപോലത്തെ സ്ഥലം ഞാൻ ഫ്ലൈറ്റിലിരുന്ന് കണ്ടായിരുന്നു. ഇതെല്ലാം ഞാൻ വെച്ച തെങ്ങ അല്ലേ പറഞ്ഞേ ഇത് ഇതുപോലത്തെ സ്ഥലമല്ലേ ഇത് അല്ലേ യെസ് അല്ലേ യെസ്. ഞാൻ ഫ്ലൈറ്റിലിരുന്ന് കണ്ടായിരുന്നു. ഹലോ അവനാണോ എങ്ങനെയും പുറത്തിറങ്ങണം എന്ന് പറഞ്ഞിട്ടിരിക്കുക. അവനാണോ അവളാണോ? നിങ്ങൾ എമിറേറ്റ്സ് ബിസിനസ് ക്ലാസ്സിൽ അടിച്ച സാധനമാണിത്. ഓ ശരി ഓക്കെ. നിങ്ങൾ പറഞ്ഞില്ലേ ഒരു സാധനം ഒരു സാധനം എന്ന് പറഞ്ഞില്ല. ആ ഓക്കെ നിനക്ക് വേണോ ഇത്? നിനക്ക് വേണോ? So what's your name? Come here. I'll teach you how to take the videos. You tell me your name. What's your name? Emma. Emma. Okay, come on, come here. And what is your name? ഇവർ രണ്ടു ട്വിൻസ് ആണ് കേട്ടോ. Kundu? No, that's his Indian name. What's your real name? What's your real name? Emmanuel. Emmanuel and you're Emma. Yeah. Okay. No, but if you want to know my Indian name, it's Punu. Oh, what's your name? Paru. Punu. Ponnu. That's my Indian name. Okay. Alex bro. നിങ്ങളുടെ വീട്ടില് നിങ്ങൾക്ക് എല്ലാവർക്കും കോമൺ ആയിട്ട് ഞാൻ കണ്ടൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ 4 പേർക്ക് ഒരേപോലെ മുടിയുണ്ട്. നീണ്ടു നിവർന്ന മുടി അല്ലേ? അത് മക്കൾക്കും ഉണ്ട്. അതെന്താ അങ്ങനെ നിങ്ങളെല്ലാവരും മുടി വളർത്താൻ കാരണം? ഇത് ഇപ്പൊ ഞാനും വളർത്തുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഞാൻ പറഞ്ഞു ഇവിടെ ക്യാൻസർ ബാധിച്ച കുട്ടികളെ നമ്മുടെ നാട്ടിലൊക്കെ ഡൊണേറ്റ് ചെയ്തില്ലേ, അതുപോലെ നമ്മൾ ഇവിടെ ഡൊണേഷന്റെ പരിപാടി. അവനിതിപ്പോ 2ാമത്തെ പ്രാവശ്യം ഓൾറെഡി ഒന്ന് ചെയ്താ. ഇതിപ്പോ 2ാമത്തെ പ്രാവശ്യം, ഞാനിതിപ്പോ 6ാമത്തെ പ്രാവശ്യം. ഇത് ലാസ്റ്റാ. ഇപ്പം പ്രായമൊക്കെ ആയി, ഇനിയിപ്പം നിറയൊക്കെ വരും, അന്നേരം ബുദ്ധിമുട്ടായി. So thank you so much for arranging this much of food. അതും നല്ല അച്ചാറ്, പിന്നെ മീൻകറി, കുടംപുളിയിട്ട മീൻകറി, ക്യാബേജ് തോരൻ, ബീഫ്, അവിയല്. ആഹാ ശരി, എന്താ വേണ്ട ഇനി? പച്ചടി, എല്ലാ സാധനങ്ങളും ഉണ്ട് ഗൈസ്. ഞങ്ങളുടെ ഇതാണ് റോക്കി. So this is Rocky and this is Emma and I forgot your name. Oh, sorry, I'm Emmanuel. Sorry, I was taking Emmanuel. Yeah, this is Emmanuel. This is Rocky. This is Emma. Where is Emma? Yeah, this is Emma. I'm just brushing my hair. Yes, gosh. I have the longest hair in my family, literally. Really? മീര ചേച്ചിനെ കാട്ടി മുടിയുണ്ടോ മോക്ക്? ഉണ്ടല്ലേ? മോള് പറയുന്നുണ്ട് I have the longest hair in this family. I only had 2 trims in my life. Okay. നക്കുന്നുണ്ടോ അവൻ? നോക്കിയേ. only had 2. നക്കിക്കൊണ്ടിരിക്കുകയാണല്ലേ? Look, this is what happens when you only have 2 trims in your life. Okay. This is what. അവളുടെ മുടിയിൽ ഭയങ്കര പ്രൗഡാണ്. She is very proud of. This is what you get with 2 trims in your life. Extra long. Extra long. Okay. And believe me. So you have the longest hair in the class among your friends? Really? You're so proud of that? Yes. Oh, that's nice. Yes, but here's what I'm worried about. Okay. I ഇവന് ഇറങ്ങിപ്പോണോ അതിന്റെ ആ ചാടി നടക്കുന്നത്? can only. അവൻ ഓടി ഇറങ്ങണം. യെസ്. അവന്റെ കൈ മൊത്തം നക്കി വെച്ചിട്ടുണ്ട്. Oh, that's nice. You should actually learn more. മോളെ പഠിപ്പിക്കണം കേട്ടോ. വയലും വായിക്കും. ഇതിപ്പോ ആരാ വായിക്കുന്നത്? ഇത് ഭംഗിക്ക് വെച്ചിരിക്കുന്നതല്ലേ? നിങ്ങൾ വായിക്കും ആരെങ്കിലും? പിള്ളേർ അവർക്ക് വായിക്കുമ്പോ ഇതാകാൻ വേണ്ടിട്ട് മോളെ പഠിപ്പിക്കണം കേട്ടോ.
Oh, the typical Deshi mind is coming. Okay, very good. ഇങ്ങനെ വന്നൊരു സമയം എന്നു വെച്ചാൽ മൊത്തത്തിൽ മഴയും ഇടി വെട്ടുന്നുണ്ട്. ഇടി വെട്ടി മഴ പെയ്യുന്ന സമയമാണ്. ഇവിടെ മാവ് നിൽക്കുന്നു, പുറകിൽ തെങ്ങ് നിൽക്കുന്നു. അങ്ങനെ മൊത്തത്തിൽ അങ്ങനെ ഒരു കേരളം പോലത്തെ ശാന്തസുന്ദരമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഇവിടെ ഈ ഒരു ഫ്ലോറിഡ എന്ന് പറയുന്നത്. കാരണം ട്രോപ്പിക്കലാണ് കംപ്ലീറ്റ് അല്ലേ, ട്രോപ്പിക്കൽ വെതറുള്ള ഒരു സ്ഥലം. തെങ്ങും വാഴയുണ്ട്. വാഴയുള്ള സ്ഥലങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. വാഴയുണ്ട്, അങ്ങനെ പല പല സംഭവങ്ങളുണ്ട് ഗൈസ്. നമ്മുടെ വാഴത്തോട്ടങ്ങൾ ഞാലിപ്പൂവനുണ്ട്, പൂവനുണ്ട്, പാളയംതോടനുണ്ട്, ഏത്തവാഴയുണ്ട്, കരിമ്പുണ്ട്, കറിക്കായുണ്ട്, എല്ലാ വാഴകളും ഉണ്ട്. മൊത്തത്തിൽ വാഴയാ. പിന്നെ നമ്മളുണ്ട്, എല്ലാം വാഴകളാ. അയ്യോ, ഇതെന്തിനാ ഇങ്ങനെ അടച്ചു വെച്ചിരിക്കുന്നത്? ഞാനിത് ചൂട് ഇവിടെ ഈ ചൂട് കൂടുതലുള്ള മഴയില്ലേ? ഇത് ഊരി എടുക്കാൻ പറ്റുമോ? പിന്നെ തിരിച്ചിടണ്ടേ, പണിയല്ലേ, അത് കാരണം ഇത് കണ്ടില്ലേ വെച്ചേക്കുന്നേ. അത് ശരി. നമ്മള് ഹോൾ ചെയ്തിട്ട് കൊണ്ടുവന്നിട്ട് കയറ്റണമെന്ന് വരില്ല, ബോട്ട് പാർക്ക് ചെയ്യാനുള്ളത്. ഇത് ബോട്ട് റാമ്പ്. അപ്പൊ ഇവിടെ നിന്ന് ഡയറക്റ്റ് കയറ്റാം, ഇതിലെ ബോട്ട് വരില്ല അല്ലേ? ബോട്ട് വരാനുള്ള ബോട്ട് അടുപ്പിച്ചിടാൻ. ഓ, നിങ്ങൾ ബോട്ട് ഉണ്ടെങ്കിൽ ബോട്ട് വണ്ടിയിൽ കൊണ്ടുവന്ന് അവിടെ ഇടാനുള്ള സ്ഥലം. ഞങ്ങൾ സിറ്റിയുമായിട്ടൊരു ചെറിയ പ്രശ്നമായിട്ട് ഇപ്പൊ സൗത്ത് വെസ്റ്റ് ബ്രാഞ്ചസിലോട്ട് കൊണ്ടിട്ട് ഇത് നമ്മുടെ ഇത് എമ്മാരി മാങ്ങ ഉണ്ടായിരുന്നു. ഞാൻ തമാശ പറഞ്ഞു, കുരുമുളക് കണ്ടോ കയറ്റിയിരിക്കുന്നു. നമ്മുടെ അത് ശരി. ഇത്രയും ഉണ്ടാവും, ഒരു 1/4 കിലോ ആണ് ഒരു മാങ്ങ. വലിയ മാങ്ങ അല്ലേ? ഇതുണ്ട്, അത് ശരി. കൊല ഉണ്ടോ? ഞാലിപ്പൂവനുണ്ട്, പാളയംതോടനുണ്ട്, പൂവനുണ്ട്, നമ്മുടെ ഏത്തവാഴയുണ്ട്, കറിക്കാനുണ്ട്, എല്ലാ സൈസ് വാഴകളും ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. നമ്മുടെ നാട്ടിലെ സെയിം കാലാവസ്ഥയാ അല്ലേ? ശരി. പ്ലാവോ? നിങ്ങൾ പ്ലാവ് നട്ടിട്ടുണ്ടോ? അടിപൊളി. അത് അവക്കാടോ അതിന്റെ അപ്പുറത്തെ കൊല ഒരെണ്ണം വീഴുന്നുണ്ട്, ഇതേന്നുണ്ട്. എന്നാലും നമ്മുടെ നാട്ടില് നേന്ത്രക്ക ഉണ്ടാവോ? ഇല്ലല്ലോ. ഏത്തക്ക നമ്മുടെ നാട്ടിലെ നേന്ത്രക്ക ഉണ്ടാകുമോ? ഇതുണ്ടോ? നമ്മുടെ നാട്ടിലെ ഏത്തക്കയില്ലേ? ഉണ്ടാവോ? അതറിയത്തില്ല. ഏത്തക്കായുടെ പോലെ ഒരു സാമ്പിൾ ഉള്ള ഒരു സാധനം ഉണ്ടാവും, അത് ഇവർക്കാർക്കും ഇഷ്ടമില്ല. അത് ശരി. എന്ന് പറയത്തില്ലേ, കറിക്ക. കരിമ്പ് ഉണ്ട്, അത് ഒരു കരിമ്പ്. ഓക്കെ. അപ്പൊ ഇത് ശരിക്കും തോടാണല്ലേ? കൊതുകുണ്ടോ ഇവിടെ? കൊതുകിന്റെ അവര് സ്പ്രേ ചെയ്തിട്ട് പോകും. ആണോ? ഞങ്ങള് വന്നു കഴിഞ്ഞിട്ടേ ഒരു തേങ്ങ ഒഴുകി വന്ന് വീണുണ്ടായ തെങ്ങ പുറത്ത് നിൽക്കുന്നത്. അതെ അതെ അതെ, അത് വേറെ വീടാ അല്ലേ? ആ കാണുന്നൊരു വീടല്ലേ? ആ കാണുന്ന അത്രയും അവരുടെ മറ്റേ ഇത് എന്താണ്, ബാക്ക് യാർഡ് അവരങ്ങനെ എനിക്ക് തോന്നുന്നു കൊതുക് വല കയറിയിട്ട് പോലത്തെ ഒരു സാധനം ഇട്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. ആ അപ്പുറത്ത് കാണുന്ന വീട് കണ്ടില്ലേ? അത് ആക്ച്വലി അതൊക്കെ ഒരു റിസോർട്ട് പോലെ ഇല്ലേ കാണാനായിട്ട്? ഓരോ വീടുകളും ഒരു റിസോർട്ട് പോലെ ഉണ്ട് കാണാനായിട്ട്. രാവിലെ മീനിന് തീറ്റ കൊടുക്കുമ്പോൾ ഇവിടെ ഇപ്പുറത്തുനിന്ന് ചൂണ്ടയിട്ട് മീനെ പിടിക്കും. ഇവിടെ സ്വിമ്മിംഗ് പൂൾ നമ്മൾ കണ്ടില്ലല്ലോ. സ്വിമ്മിംഗ് പൂൾ ഞാൻ കണ്ടില്ലായിരുന്നു. നോക്കട്ടെ, നിങ്ങളുടെ സ്വിമ്മിംഗ് പൂൾ നിങ്ങൾ നെറ്റ് ഇട്ടിരിക്കുന്നത് എന്തിനാ? കിഡ്സിനെ പ്രിവെന്റ് ചെയ്യാനാണോ? അത് സിറ്റിയുടെ നിയമമാണ്. പിന്നെ നമ്മുടെ ഒരു അത് കറുത്ത കളറിലിരിക്കുന്ന എന്താ? സോളാർ ബ്ലാക്ക് കളറിലെ പാനലോ? പിന്നെ പൈപ്പ് പോയിക്കുന്നുണ്ടോ? ഈ വെള്ളം അതിൻ്റെ അകത്തൂടെ കേറും, കേറിയിട്ട് ഇതിനകത്തൂടെ ഇങ്ങനെ കറങ്ങി ഇറങ്ങി വരും. അപ്പം സൂര്യന്റെ സോളാർ ഇതുകൊണ്ട് ആ സാധനം ചൂടായിട്ട് ഈ വെള്ളം പോയിട്ട് ചൂടായിട്ട് അതിനകത്ത് ഇറങ്ങി വന്നിട്ട് അങ്ങനത്തെ പരിപാടിയാ? യെസ്. അടിപൊളി, നൈസ്. അപ്പൊ ഇതിന്റെ മെയിൻ്റെനൻസിനൊക്കെ എങ്ങനെയാ പരിപാടി? പൂളിന്റെ മെയിൻ്റെനൻസും ബാക്കിയുള്ള പരിപാടികളൊക്കെ? വരും. ഓ, അത് മറ്റേ ഇത് കൊടുത്തിട്ടായിരിക്കും. അടിപൊളി, കൊള്ളാം. അപ്പുറത്ത് അത് മാവാണോ? അത് മാവല്ലല്ലോ, ഒലീവോ? ഒലീവ് അല്ല. ഓക്കെ ഓക്കെ, വേറൊന്നും സാധനമാണ്. അത്രയും വലിയ മരം ആവത്തില്ല ഒലീവ്. ഓക്കെ. നിങ്ങളുടെ ഗ്രില്ല് ചെയ്യാനുള്ള സ്ഥലം. കറുവപ്പട്ട അല്ല, അത് മറ്റേ ഇത് ഇതിന് വേറെന്താ പേര് പറയല്ലോ? നമ്മള് സിനമൺ. അത് തന്നെ. അതിന്റെ ഞെടുപ്പ് കടിച്ചു. അതെ. പിന്നെ ഇതേ കറിവേപ്പില മരം. കറിവേപ്പില സാധാരണ ഞാൻ ഇതുവരെ ന്യൂയോർക്കിലും അവിടെ ഫിലാഡൽഫിയയിലൊക്കെ കറിവേപ്പില കണ്ടായിരുന്നു. ചട്ടിക്കകത്താണ്, പുറത്ത് വെക്കും. അവര് വിന്റർ ആകുമ്പോൾ എടുത്ത് അകത്ത് സൺലൈറ്റ് ഒക്കെ ഇട്ട് സെറ്റാക്കി വെക്കും അല്ലേ? അതൊക്കെ തന്നെ പരിപാടി. എല്ലാവരും അതാണ് ചെയ്തത്. കാരണം കറിവേപ്പില എന്ന് പറയുന്നത് നമുക്ക് മലയാളികൾക്ക് അല്ലേ ഒരു പ്രത്യേക പരിഗണന കിട്ടേണ്ട ഒരു സാധനമാണല്ലോ. ഈ ഫ്ലോറിഡയിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്ത് വാട്ടർ ബോഡി ഉണ്ടോ, എന്ത് തോടുണ്ടോ, കനാലുണ്ടോ, അവിടെ എല്ലാം ഇതുപോലെയുള്ള വില്ല പ്രൊജക്റ്റുകളുണ്ടാവും. അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ആയിട്ട്
ഇതുപോലെയുള്ള വില്ല പ്രൊജക്റ്റുകളുണ്ടാവും. അവർ ശരിക്കും ആ ഒരു തോടും കനാലും ഒന്നും കയ്യേറാതെ അല്ലെങ്കിൽ അത് എക്സ്റ്റെൻഡ് ചെയ്ത് വലുതാക്കി അത് വീണ്ടും അതുപോലെ ആക്കി അത്തരത്തിൽ മനോഹരമായിട്ടായിരിക്കും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ഇവിടെയാണ് നമ്മുടെ നാട്ടിൽ വാട്ടർ ബോഡിക്ക് സമീപം എന്തെങ്കിലും പണിയാൻ പോയി കഴിഞ്ഞാൽ കയ്യേറിയില്ലെങ്കിലും പണിയാൻ പറ്റൂല എന്നും പറഞ്ഞുകൊണ്ടുള്ള കോപ്പിലെ നിയമമുള്ള നാടാണ് നമ്മുടേത്. അവൻ പണിതത് പൊളിച്ച് കളയുന്ന സംഭവം. മറ്റേ കോപ്പിക്ക് റിസോർട്ടും അതിനെ കയ്യേറി എന്നൊക്കെ പറയുന്നു, പൊളിച്ച് കളഞ്ഞ സംഭവം. പിന്നെ മരടിലെ ഫ്ലാറ്റ് ഇതൊക്കെ പണിയാൻ അനുമതി കൊടുക്കും, പണിത് കഴിഞ്ഞിട്ട് പൊളിച്ചു എന്ന് പറയും. ഇനിയും പൊളിക്കും കുറേയൊക്കെ. എന്നാകെ പരിപാടിയാകട്ടെ. നമ്മുടെ നാട്ടിലൊക്കെ വാട്ടർ ബോഡീസൊക്കെ ഉള്ളതൊക്കെ പലതും യൂട്ടിലൈസ് ചെയ്യണം. ഇതുപോലെ എല്ലാ പ്രൊജക്റ്റും ഹോട്ടലും റിസോർട്ടും ഒക്കെ പണിതിട്ട് അതൊക്കെയല്ലേ ശരിക്കും റവന്യൂ ഉണ്ടാക്കാൻ പറ്റുന്ന വഴി. അതൊന്നും ചെയ്യൂല. അതൊക്കെ വെറുതെ ഇങ്ങനെ കാട് പിടിച്ച് കിടന്ന് നശിക്കട്ടെ. കാശുള്ളവന് ചെയ്യാൻ പറ്റും, കാശില്ലാത്തതൊന്നും ചെയ്യാൻ പറ്റില്ല. എന്തായാലും നൈസായിരുന്നു കേട്ടോ പരിപാടി. ഒരു വീടെന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മൾ പല ടൈപ്പ് വീടുകൾ കണ്ടു ഇവിടുത്തെ അമേരിക്കയിലെ. അപ്പം നമ്മൾ ഈ മയാമി, ഫ്ലോറിഡ, ലോസ് ഏഞ്ചൽസ്, സാൻ ഫ്രാൻസിസ്കോ ഈ പറഞ്ഞ ഭാഗങ്ങളിലേക്കൊക്കെ വരുമ്പോഴത്തേക്കിനും നമുക്ക് ഇതുപോലെയുള്ള വലിയ വലിയ വീടുകൾ, ഇനിയും ഇതിലും വലിയ വീടുകൾ, മാൻഷൻസ് ഒക്കെ നമുക്ക് ഇഷ്ടംപോലെ കാണാൻ സാധിക്കും. ഇതേ തേങ്ങയൊക്കെ ഉണ്ടായി ഉണങ്ങി നിൽക്കുന്നു. അതെന്താ നിങ്ങൾ ഉപയോഗിക്കാറില്ല ഒന്നും? പക്ഷേ ഞങ്ങളിപ്പോൾ കോഴഞ്ചേരിയിൽ നിന്ന് പോയി തേങ്ങ എടുത്തുകൊണ്ട് വരുവാ ചെയ്യല്. ഒരു തേങ്ങയ്ക്ക് നാട്ടിൽ എന്നാ വിലയാണെന്നറിയോ? 1 കിലോയ്ക്ക് ഇപ്പോൾ 100 രൂപ വരെയൊക്കെ വിലയുണ്ട്. തുളസി വരെ ഉണ്ട് ചേച്ചി ഇവിടെ. എനിക്ക് കറുത്ത തുളസി നൈസ്. നാരകം നൈസ്. ഇത് തേങ്ങയൊക്കെ ഇവിടെ താഴെ വീണ് കിടക്കുന്നത്. നമ്മുടെയൊക്കെ നാട്ടിൽ പറമ്പിൽ തേങ്ങ വീണ് കഴിഞ്ഞാൽ നമ്മളെടുത്തില്ലെങ്കിൽ അയൽപക്കത്തെ പറമ്പിൽ അയൽപക്കത്തെ ആളാണെങ്കിലും വന്ന് എടുത്തുകൊണ്ട് പോകും. ഏതാണ്ട് വന്ന് കടിച്ച് ഇട്ടിട്ടുണ്ടോ? സാധനങ്ങളൊക്കെ വന്ന് കടിച്ചിട്ടിട്ടുണ്ട്. ഇതിലൊക്കെ ഇഷ്ടം പോലെ തേങ്ങ ഉണ്ടായി നിൽക്കുന്ന നാട്ടില്. എല്ലാ വീട്ടിലും സ്വിമ്മിംഗ് പൂൾ ഉണ്ട് കണ്ടില്ലേ? അവിടെ സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. പിന്നെ ഇവിടെ പലയിടത്തും സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. ഞാൻ ആക്ച്വലി നമുക്ക് ഡ്രോൺ ഒന്ന് പറത്താം. ഡ്രോൺ പറത്തി ഞാൻ കാണിച്ചു തരാം ഈ ലൊക്കേഷൻ ഇതെങ്ങനെയാണ് വെച്ചിരിക്കുന്നത് എന്നുള്ളത്. ഞങ്ങൾക്ക് അധികം സ്ഥലമൊന്നുമില്ല, ഞങ്ങൾക്ക് ആകെ 8 സെൻറ്റ് സ്ഥലമേ ഉള്ളൂ. പക്ഷേ അവിടെ ഒരു 3-4 തെങ്ങുണ്ട്. ഫ്ലാറ്റിലേക്ക് മാറി കഴിഞ്ഞപ്പോഴത്തേക്കിനും തേങ്ങ ഒരു ഷോർട്ടേജായി മാറി. അപ്പോൾ ഇവർ ഇടയ്ക്കിടയ്ക്ക് നാട്ടിൽ പോകുമ്പോൾ, കോഴഞ്ചേരി പോകുമ്പോൾ തേങ്ങ ഇട്ടുകൊണ്ട് വരും. അതിന് തേങ്ങ ഇടാൻ ആളെ കിട്ടാൻ എത്ര രൂപ കൊടുക്കണമെന്നറിയോ? ആളെ കിട്ടാൻ പാടാന്നറിയോ? ഇപ്പോൾ പല ബംഗാളികളാണ് ഇപ്പോൾ തെങ്ങ കയറാൻ വരുന്നത്. സത്യം, ആളെ കിട്ടാനില്ല പല സ്ഥലത്തും. കാര്യമായിട്ട് നിന്നെ കള്ളം പറയണേ, നമ്മുടെ ആളെ കിട്ടാനാ. എന്നിട്ട് തേങ്ങ ഇടിച്ച് അവർ തിരിച്ചു വരുമ്പോൾ അവരെടുത്തോണ്ട് വരും. അത് മാത്രം എടുക്കാൻ പോയ നഷ്ടമല്ലേ? അത് മാത്രം എടുക്കാനായിട്ട് പോയ നഷ്ടം. അവർ പോകുമ്പോൾ എടുത്തോണ്ട് വരും. കടയിൽ പോയി വാങ്ങണമെങ്കിൽ ഇപ്പം കിലോ കണക്കിനാണ് തേങ്ങയ്ക്ക് വില. വലിയ തേങ്ങയാണെങ്കിൽ അതനുസരിച്ച് വെയിറ്റ് കൂടും. തേങ്ങയൊക്കെ കിലോ പിന്നല്ല വിത്ത് ചിരട്ട. പക്ഷേ തൊണ്ട് കളഞ്ഞ തേങ്ങയായിരിക്കും. അങ്ങനെയൊക്കെയാണ് പരിപാടികൾ ഇപ്പോൾ. ഉണ്ട്, പക്ഷെ ഫ്ലാറ്റിൽ തെങ്ങ് കാണാൻ പറ്റത്തില്ലേ നമുക്ക്? നമുക്ക് എന്തായാലും ഇവരുടെ സ്ഥലം ഒന്ന് കാണാം അല്ലേ? ഈ കാണുന്ന പൂളുള്ളതാണ് നിങ്ങളുടെ വീട്. അതാണ് നമ്മുടെ വീട്. അപ്പുറത്തത് നിങ്ങളുടെ നെയ്ബേഴ്സിന്റെ വീട്. ഇത് ഞാൻ പറഞ്ഞ ഒരു FBI ഓഫീസറിന്റെ വീടാണ്. ഇതാ മറ്റേ സിനിമാ സംവിധായകന്റെ വീട്. ശരി, ഓക്കെ. അപ്പോൾ ഇത് നിങ്ങളുടെ ഇപ്പുറത്തെ വാട്ടർ ബോഡി, പിന്നെ ഇത് അപ്പുറത്തെ വീട്. അതൊരു പുതിയ വീടാണെന്ന് തോന്നുന്നത്. മുന്നേ ഒരു കിടിലം പൂള് പോലെയൊക്കെ ഉണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഇങ്ങനെ ഈ ഒരു പൂളും ബാക്കിയുള്ള സെറ്റപ്പും ഉള്ള അങ്ങനത്തെ വീടുകളാണ് ഈ ഭാഗത്ത് മൊത്തം. ഇത് കൊള്ളാലോ. ഇത് മേയറുടെ വീട്. ഇത് മേയർ നല്ല റിച്ച് ആണെന്ന് തോന്നുന്നില്ല, നല്ല അടിപൊളി വീടാണല്ലോ. എല്ലാ വീട്ടിലും പൂളാണ് ബ്രോ. എന്തോന്നിത്, അടിപൊളി. അപ്പോൾ ഈ ഒരു വാട്ടർ എനിക്ക് ആക്ച്വലി ഈ ഡ്രോൺ ഇത്ര പൊക്കാൻ പറ്റുള്ളൂ. ഇതിൽ കൂടുതൽ എനിക്ക് പൊക്കാൻ പറ്റുകയില്ല. ഇത് ഇങ്ങനെ എനിക്ക് കാണിക്കാനും പറ്റുള്ളൂ. അപ്പോൾ ഈ ഭാഗം മൊത്തം ഇത്തരത്തിലുള്ള വാട്ടർ ബോഡിയുടെ സമീപമായിട്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ വീടുകൾ പണിത് വെച്ചിരിക്കുകയാണ്. ഞാൻ ആലോചിക്കുകയായിരുന്നു നമ്മുടെ ആലപ്പുഴയിലും അതുപോലെയുള്ള പല സ്ഥലത്തും ഇതുപോലെയുള്ള ഇത്രയും വലിയ വീടൊന്നും പലതിൽ പണിതില്ലെങ്കിലും എന്തോരം ചെറിയ വീടുകളാണെങ്കിലും പണിയാൻ പറ്റും. പല സ്ഥലത്ത് ഇതുപോലെയുള്ള പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിങ്ങനത്തെ ഒരു കമ്മ്യൂണിറ്റി, ഇതിനപ്പുറത്ത് ഇനിയിപ്പം ഇതുപോലെയുള്ള വേറെ പല കമ്മ്യൂണിറ്റികളും ഉണ്ടാവും അല്ലേ? അടിപൊളി.